ഈ ഇന്നസെന്റ് എന്ന് പറഞ്ഞ പേര് ഈ സിനിമയിൽ ആർക്കായിരിക്കും ആപ്പ്? എനിക്ക് അൽത്താഫ് പേഴ്സണാലിറ്റി പോലെ തന്നെ എന്തെങ്കിലും ഒരു ഇത് ഞങ്ങൾക്ക് എന്താ അന്നേരം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വേറെ കുടുംബം ഈ സിനിമയിൽ അന്നെ അൽത്താഫ് ബ്രോ പെണ്ണ് കാണാൻ പോകുന്ന സീനുണ്ട്. അവിടെ അൽത്താഫ് ബ്രോ പോകുന്ന നിങ്ങൾ ഞാൻ അന്നയുടെ കാര്യമല്ലേ അല്ല അത് പറയുമ്പോ മൊത്തം അല്ല എല്ലാം പറയുമ്പോഴും ഒരു അൽത്താഫ് എന്നാ ഞാനും ഇത് പോട്ടെ ഇവിടെ. ഈ സിനിമ ബേസിക്കലി ഒരു ഡിഷുമായിട്ട് കമ്പയർ ചെയ്യും. അവിയലായിരിക്കും. നാടൻ അവിയൽ. തേങ്ങ നല്ല രീതിയിലുണ്ട്. ഇത് അതിനകത്ത് മുളക് കാന്താരി മുളകാണോ തോറ്റു. സിനിമയിൽ ഇപ്പൊ ഇത് എന്ത് മധുരമാണോ? ഇവർക്ക് ആർക്കെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കണോ? ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ടോ. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? നല്ലതായിരുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ബ്രെയിനിന്റെ യഥാർത്ഥത്തിലെ ജോലി എന്താണെന്ന് അൽത്താഫ്? ഞാൻ സയൻസില് കുറച്ച് ഇവളും തോറ്റതാണ്. അതായത് പട്ടിണിയിൽ ഉണ്ടായിരുന്ന അടുത്താണ് എല്ലാവർക്കും ലെഗസി ഉണ്ടായത്. വിശപ്പിനെ പറ്റി നിന്റെ ബ്രെയിനിൽ എന്തോ പ്രശ്നമുണ്ട്. അത് ഫുഡ് അടിക്കാം, പക്ഷെ കൊല്ലത്തെ പറഞ്ഞ ചള്ള വിളക്ക് അടിക്കും. കൗണ്ടർ അടിച്ച ശീലം മാസ് പിടിക്കാല്ലേ. നമസ്കാരം, നിങ്ങളുടെ നളൻ ഷൈൻ. വെൽക്കം ടു ഡൈൻ വിത്ത് നളൻ. ടുഡേ വി ഗോട്ട് എ സ്പെഷ്യൽ എപ്പിസോഡ്. വി ആർ ഗോയിങ് ടു കുക്ക് എ മൂവി. നമ്മൾ ഈ പറയുന്ന അടുക്കളയിലുണ്ടാവുന്ന ചേരുവകൾ, അടുക്കളയിലുണ്ടാവുന്ന റെസിപ്പികൾ പോലെ തന്നെയല്ലേ സിനിമകളും. സിനിമയ്ക്ക് നല്ലൊരു റെസിപ്പി ഉണ്ടാവണം, ആ റെസിപ്പി കുക്ക് ചെയ്യാൻ നല്ലൊരു ഷെഫ് ഉണ്ടാവണം. എൻ്റെ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നു എൻ്റെ റെസിപ്പി മെത്തേഡിലൂടെ. ഇന്നത്തെ സിനിമ ഇന്നസെന്റ്. വി ഗോട്ട് ദ ഹോൾ ടീം ഹിയർ ആൻഡ് ലെറ്റ് us chit chat along with them and cook a better recipe today. നമസ്കാരം, വെൽക്കം ടു ഡൈൻ വിത്ത് നളൻ. നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആംബ്രോസിയ എന്ന് പറയുന്ന ടീ ആണ്. ഈ ടീ കുടിച്ചിട്ടുണ്ടോ? ബട്ടർഫ്ലൈ ബ്ലൂ പീ ഫ്ലവർ. ഈ ടീയുടെ ഔഷധ ഗുണങ്ങൾ എന്താണെന്ന് പറയാം? കിട്ടിയേ കുടിച്ചു. അതൊന്ന് അന്വേഷിക്കണ്ടേ? പറയൂ. ആന്റി ഓക്സിഡൻസ്. Oh my God, അത് എല്ലാ ടീയിലും അത് മാത്രമല്ല സതീഷ് ഞാൻ കുടിച്ചിട്ടില്ല. അപ്പൊ ഒന്ന് ട്രൈ. ടീയിൽ സ്റ്റാർട്ട് ചെയ്യാം. 36 ഔഷധ ഗുണങ്ങളുണ്ടെന്നാ പറയുന്നത്. കട്ടൻ ചായ ഇതിട്ടൊന്നും കുടിക്കാതിരിക്കും. ഇതിന് ബട്ടർഫ്ലൈ ബ്ലൂ പീ ഫ്ലവർ എന്ന് പറയുന്നത് ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തിന് മെജസ്റ്റിക് ഹെർബ് എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ശിവനടയിൽ വെച്ച് ജനങ്ങൾക്ക് ആ പൂവിന്റെ എക്സ്ട്രീമിസം കാണിച്ചു കൊടുക്കാനാണ്. ഫീമെയിൽ ലേഡീസിനാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത്, നിങ്ങളുടെ ഹോർമോൺ ബാലൻസ് ചെയ്യാനും എല്ലാം. ഇത് നിങ്ങളെ മുറ്റത്ത് തന്നെ കിട്ടും. ഇത് കാട്ടുചെടി പോലെ മുറ്റത്തെല്ലാം ഫ്രീ ആയിട്ട് വളരുന്ന ഒരു ചെടിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമ്മളെ പ്രധാന ചേരുവല്ലേ ഇരിക്കും. അതെ അതെ അല്ലെ? എന്താ ഒന്നും മിണ്ടായിരിക്കാം, സിനിമയിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ. കടുക് പോലെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമില്ല. അതിലിട്ട് കഴിഞ്ഞാൽ മെതുവേ കിടക്കും. ഇത് അതിനകത്ത് മുളക്. അതെ അതെ. കാന്താരി മുളകാണോ ഉദ്ദേശിച്ചത്? കാന്താരി മുളക്. തോറ്റു. അങ്ങനൊന്നുമില്ല. ഇപ്പൊ സിനിമയിൽ ഇപ്പൊ ഇത് എന്ത് മധുരമാണോ? ഭയങ്കര മധുരവും ഇല്ല. തക്കാളിക്ക് ഇവിടെ മധുരം ഉള്ളത്. തക്കാളിക്ക് സ്വീറ്റ്നെസ് ഉണ്ടല്ലേ? ടൊമാറ്റോ കെച്ചപ്പ് ആണോ? ചെറി ടൊമാറ്റോ. ചെറി ടൊമാറ്റോ. ഇത് ഈ ഷൂട്ട് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി പ്രിയദർശൻ ചേട്ടൻ്റെ സിനിമയെ പറ്റി കേട്ടിട്ടുണ്ട്. ജഗതി ചേട്ടൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയൻ ചേട്ടൻ അവിടെ കിടന്ന് ചിരിച്ച് തള്ളാറുണ്ടെന്ന്. അങ്ങനെയൊക്കെ ഇൻസിഡൻസ് ചിരിക്കും. ഞാൻ പെട്ടെന്ന് ചിരിക്കുന്ന ആളാണ്, പിന്നെ എനിക്ക് കിട്ടും. അങ്ങനെ ചില വളിപ്പുകളൊക്കെ പറയുമ്പോ ഞാനിങ്ങനെ അപ്പൊ പുള്ളി അവിടെ കക്കാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അയ്യോ, ഈ സിനിമ ബേസിക്കലി ഒരു ഡിഷുമായിട്ട് കമ്പയർ ചെയ്തത് അവിയലായിരിക്കും. നാടൻ അവിയൽ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നാടൻ വിഭവങ്ങളാണ്. നാടൻ ആണ്. എല്ലാതരം പച്ചക്കറികളും ഉണ്ട്. എല്ലാ പച്ചക്കറികളും ഉണ്ട്. തേങ്ങ നല്ല രീതിയിലുണ്ട്. ഒരു ദാക്ഷിണ്യവും ഇല്ല. ഒരു ദാക്ഷിണ്യം. അതേ വേവൊന്നുമില്ല. 2 മണിക്കൂറിൽ തീരും. കൊഴയാതെ നോക്കിയിട്ടുണ്ട്. അടിപൊളി. ഭയങ്കര വൈബും ഭയങ്കര ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റി അല്ലെ? ഇൻസ്റ്റാഗ്രാമില് ഞാൻ തകർത്ത്. അതെ, കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടോ? അതെനിക്കറിയാം. ഈ സിനിമയിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. കടുക് പോലെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തെറിച്ച് അത് മുമ്പേ പറഞ്ഞല്ലോ. അല്ല, അത് ഡാൻസിൽ കറക്റ്റ് അല്ലേ? ഈ ഇന്നസെന്റ് എന്ന് പറഞ്ഞ പേര് ഈ സിനിമയിൽ ആർക്കായിരിക്കും ആപ്പ്?
ഡയറക്ടർ അല്ല എനിക്ക് അൽത്താഫ് അൽത്താഫ് കാണുന്നത്ര ഇന്നസെന്റ് ആണ്. പേഴ്സണാലിറ്റി പോലെ തന്നെ. നമുക്കിത് കഴിഞ്ഞിട്ടൊന്നും ഇരിക്കാന്നൊക്കെ. അൽത്താഫ് ഒന്നും വേണ്ടുന്നില്ല, ശാന്തസുന്ദരനായിട്ട്. അതെ അതല്ല ആ ഗുട്ടൻസ് അതാ. അൽത്താഫ് ജി, താങ്കളുടെ ഒരു സ്റ്റൈൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, ചില സമയത്ത് അടിക്കുന്ന ഡയലോഗുകൾ പൊതുവെ അങ്ങനെ ആണോ അതോ ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് താങ്കൾ ട്രാൻസ്ഫോം ചെയ്യുന്നതാണോ? കൊറേയൊക്കെ നമ്മള് ഫ്രീ ആയിട്ട് തന്നെ ചില ലൈൻസ് ഒക്കെ വരുമ്പോ കൗണ്ടേഴ്സ് വരും. അപ്പൊ ഞാൻ സതീഷിനോട് അല്ലെങ്കിൽ മറ്റു സംവിധായകരോട് ചോദിക്കും ഇത് ഇട്ടോട്ടെ നോക്കി. അപ്പൊ അവര് ഇട്ടോളാം പറഞ്ഞു. കോളേജ് ലൈഫായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. കോളേജില് കോളേജിൽ നിന്നാണല്ലോ ഇത് കിട്ടുന്നത് അല്ലെ കൂട്ടുകാര്? ഇല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കോളേജ്. അങ്ങനെയും സംഭവിച്ചു. അൽതാഫ് ജി കുക്ക് ചെയ്യോ? ഞാൻ കുക്ക് ചെയ്യും, എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ആണ്. ഇപ്പൊ കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ സെറ്റിൽ ഏതായിരിക്കും നല്ല ഡിഷ് കുക്ക് ചെയ്യും? അല്ല, ഞാൻ എല്ലാ ഉച്ചക്കും എന്നെ അറിയാവുന്ന മിക്ക ദിവസവും ബിരിയാണി കഴിക്കുന്ന ആളാണ്. അതെ, ബിരിയാണി പോയി കഴിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ടില്ല, ഹാഫ് ബിരിയാണി. അതാ ക്വാണ്ടിറ്റി അത്രയും കഴിക്കുള്ളൂ. പക്ഷെ എല്ലാ ദിവസവും ബിരിയാണി വേറെ വേറെ ബിരിയാണി, വേറെ ബിരിയാണി. ഏറ്റവും ഫേവറേറ്റ് ബിരിയാണി? അങ്ങനെയല്ല, എല്ലാ ബിരിയാണി ഇഷ്ടമാണ്. തലശ്ശേരി മുതൽ മാഞ്ഞാലി മുതൽ അത് ഞാൻ ഉദ്ദേശിച്ച ചെന്നൈ മുതൽ എല്ലാം ഇഷ്ടമാണ്. ബിരിയാണി ആയിരിക്കണോന്ന് മാത്രം. ഒരു ദിവസം ഞാൻ ഫിഷ് ബിരിയാണി വെച്ച വാഴപ്പൂവിൽ ഫിഷ് ബിരിയാണി എന്ന് പറഞ്ഞൊരു ഐറ്റം. വാഴപ്പൂല് ഫിഷ് ബിരിയാണി, വാഴപ്പൂ വെച്ചൊരു ഫിഷ് ബിരിയാണി ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളെ പറ്റി നല്ല പരിചയമില്ലാത്ത ആളെ വേണ്ട അല്ല എനിക്ക് ആ പരിചയമുണ്ട്. പക്ഷേ ആള് ഉണ്ടാക്കുന്ന രീതി. അല്ല 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 ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. കാര്യങ്ങള് പറയുന്നു. നമുക്ക് ഈ ബിരിയാണി കഴിക്കുമ്പോഴല്ല പ്രശ്നം. ബിരിയാണി കഴിച്ചതിന് ശേഷം ഒരുപാട് ദാഹം എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ബിരിയാണി കഴിക്കാൻ പോകരുത്. ഒരുപാട് ഉറക്കം വരുത്തണേ അതും വരാൻ പോകും. കാരണം ബേസിക്കലി നമ്മള് ഫുഡ് എന്ന് പറയുന്നത് സീരിയസ്ലി ഫുഡ് നമ്മളെ ഫ്യൂവൽ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് ബേസിക്കലി സയന്റിഫിക്കലി ചിന്തിച്ചു നോക്കിയാൽ നമ്മളെ ഗട്ട്സ് ആണല്ല. അതുകൊണ്ടാണ് ജനിക്കുമ്പം പൊക്കിൾക്കൊടിയായിട്ടായിരിക്കും, തലച്ചോർ കൊടിയല്ലല്ലോ. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. എവറി കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടഡ് വിത്ത് ആർ അബ്ഡമൻ ആണ്. ഗട്ട്സ് ഉണ്ടെങ്കിൽ തുടരാന്നല്ലേ പറയുന്നത്. അപ്പം നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ വയറിൻ്റെ ഹാഫ് കഴിക്കും. അപ്പോൾ നമ്മുടെ ബ്ലഡ് മൊത്തം വയറിലേക്കാണ് വരുന്നത്. കാരണം ബ്രെയിൻ തുടങ്ങിയത് കാലം തൊട്ട്, ബ്രെയിൻ സ്റ്റാർട്ട് ചെയ്ത കാലം തൊട്ട് ബ്രെയിനിന്റെ യഥാർത്ഥത്തിലെ ജോലി എന്താണെന്ന് അൽത്താഫിന് അറിയാം. ഞാൻ സയൻസിൽ കുറച്ച് അറിയാം ആർക്കെങ്കിലും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ ആബ്സെന്റ് ആയിരുന്നു. ഫൈൻഡ് ഫുഡ് ഫോർ യുവർ സ്റ്റൊമക്ക്, ഫൈൻഡ് ഫുഡ് ഫോർ യുവർ സെൽഫ്. നമ്മളെ വയർ എം ടി ആയിട്ടുള്ള എല്ലാവരും, അതായത് പട്ടിണിയിൽ ഉണ്ടായിരുന്നിടത്താണ് എല്ലാവർക്കും ലെഗസി ഉണ്ടായത്. ആരെടുക്കാം? വിശന്ന് കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നത് തിരിച്ചല്ലേ? നിങ്ങളുടെ വിശപ്പും വിശപ്പിനെ പറ്റി വേറെ ഒന്നും നിന്റെ ബ്രെയിനിന് എന്തോ പ്രശ്നമുണ്ട്. നമ്മള് ജനിച്ചപ്പോൾ നമുക്ക് ഫുഡ് ഫ്രണ്ടിൽ വരുന്നുണ്ടല്ലേ, നമ്മളെ എടുത്തു തിന്നുക എന്നുള്ളതല്ലേ അത്. അവർക്ക് എടുത്തു തിന്നാനില്ലല്ലോ, അവർക്ക് കണ്ടെത്തണം, അത് നേടണം, എന്നിട്ട് കഴിക്കണം. ഇപ്പം നരേന്ദ്രമോദിജി എടുത്താലും നമ്മളെ മുഖ്യമന്ത്രി പിണറായി സാർ എടുത്താലും ദേ ഓൾ സ്റ്റാർട്ടഡ് ഫ്രം പവേർട്ടി ആൻഡ് ദേ ബിക്കേം ലെജൻഡ്. പവേർട്ടി. അപ്പോൾ വയറ് ബിസിയാവും. വയറ് ബിസി ആകുമ്പോഴത്തേക്ക് നമുക്ക് വിശക്കുകയല്ലേ, ബ്രെയിനെ എൻഗേജ് ചെയ്യും. അപ്പോൾ കഥയൊക്കെ എഴുതുന്ന സമയത്ത് കഴിവതും ബ്ലാക്ക് കോഫി വിത്ത് എ ഡ്രോപ്പ് ഓഫ് ഗീ, ബ്ലാക്ക് കോഫി ഒരു കുറച്ച് നെയ്യ് ഒഴിച്ച് അടിക്കുക. ആൻറ്റി ഓക്സിഡൻ്റാണ്, നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, നമ്മൾ ഹൈപ്പറാവും. ഒരു ടിപ്പ് വന്നതായിരുന്നു. ഇന്നോട്ട് ഞാൻ ബ്ലാക്ക് കോഫി ഫുഡ് ഭയങ്കര തിരക്കി പിടിച്ചു പോകും. അത് ഫുഡ് അടിക്കാം, പക്ഷെ ഈ കൊല്ലത്തെ പറഞ്ഞ നമുക്ക് ചള്ള വിളക്ക് അടിക്കാം. താങ്കൾ കുക്ക് ചെയ്യുവാനാണ്? ഇവർക്ക് ആർക്കെങ്കിലും കുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? സൂപ്പർ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ബിരിയാണി ആയിരുന്നു ജീവിതത്തിൽ. അത് കഴിക്കാൻ ഒന്നും മിണ്ടുന്നില്ല. അല്ല, നല്ലതായിരുന്നു. 3 ദിവസം ഔട്ട് ഓഫ് ഫോക്കസ്. ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു അല്ലെ അൽത്താഫ് ആയതുകൊണ്ടാണ്. അത് ആക്ച്വലി ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അപ്പം ഇതുപോലെ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു ആളുടെ വീഡിയോ നോക്കി ഉണ്ടാക്കിയത്. പക്ഷെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോ നന്നായിട്ട് ഉണ്ടാക്കി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് എന്നോട് അല്ല എന്തുണ്ടാക്കും ഞാൻ കുക്കിങ്ങില് വീക്കാണ്. പക്ഷെ എനിക്ക് ആ ബിരിയാണി പിന്നെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് 10 പ്രാവശ്യം ചെയ്യുമ്പോഴല്ലേ പഠിക്കുള്ളൂ. കുക്കിങ്ങേ ഇല്ല. ചായ പോലും ചായ, മുട്ട ഓംലെറ്റ്. എന്റെ ഓംലെറ്റിന് റീസെന്റ് ഒരു ലൈക്ക് കിട്ടിയായിരുന്നു മോഹൻലാലിന്റെ. അതെന്നാ ഓംലെറ്റാ? കണ്ടില്ലേ? ലാലേട്ടൻ വന്ന് ലൈക്ക് ചെയ്തു. ലൈക്ക് ചെയ്തിട്ട് പോയതല്ലേ? നല്ല രസമാണ് പറഞ്ഞ രീതി. കേൾക്കുന്നില്ലേ?
എന്തിനാ മോഹൻലാലിലേക്ക് ചെയ്തൂടെ? അതല്ല അതാ പറയുന്ന രീതി കേട്ട് ചിരിച്ചു. ഞാൻ വാഴയിലേക്കകത്ത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി, കാന്താരി മുളക്, കരിവേപ്പില, വറ്റൽമുളക്, തേങ്ങാപ്പീര, തേങ്ങാപ്പാല്, ഒരു നുള്ളുപ്പ് എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് 2 കോഴിമുട്ട അടിച്ച് പതപ്പിച്ച് ആ വാഴയിലേക്കകത്ത് ഒഴിച്ച് മുട്ട പൊള്ളിച്ച് എടുക്കും. മുട്ട അപ്പൊ പിള്ളേർക്ക് അടിക്കാൻ തോന്നിയില്ലേ? അന്ന് മര്യാദ അടിച്ചോളാം. ഞാൻ ലിങ്ക് അയച്ചിരുന്നു. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ താരമാണ് കിളി പോൾ. ഈ കിളി പോളിനെ കൊണ്ടുവരാനുള്ള ഐഡിയ ഒരു ഇൻഫ്ലുവൻസർ വേണം ആ പടത്തിൽ. ഇൻഫ്ലുവൻസറാണ്. ഇതൊരു ഇൻഫ്ലുവൻസർ അല്ലായിരുന്നു. അല്ല അത് കേരളത്തിൽ നിന്ന് വേണ്ട. മലയാളി ഇൻഫ്ലുവൻസർ പറ്റുന്നില്ല. പറഞ്ഞില്ല ഇന്റർനാഷണൽ. ഇന്റർനാഷണൽ. അപ്പൊ താങ്കളുടെ ഐഡിയ ആണോ ഇത്? ആ എല്ലാം സതീഷിന്റെ അതല്ലേ എൻ്റെ ഐഡിയ ആയിട്ട് കിളിപ്പോളിനെ കൊണ്ടുവന്ന നമ്മുടെ മിഥുൻ ദുബായ് ഹിറ്റ് എഫ് എമ്മിലെ മിഥുൻ നമ്മുടെ സുഹൃത്താണ്. അപ്പം മിഥുൻ്റെ ഹിറ്റ് എഫ് എമ്മിൽ കിളിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മിഥുൻ നമ്പർ തന്നു, ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. പുള്ളിയായിട്ടുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെയാണ്. ഒരു ഇന്റർനാഷണൽ താരങ്ങൾ ആദ്യമായിട്ട് മലയാള സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു. അതൊന്നും അവനൊന്നുമില്ല. അവൻ വന്നു യൂബറിലാണ് വന്നത് ലൊക്കേഷനിലോട്ട്. പാവം. അതായത് നല്ലൊരു മനുഷ്യനാണ്. ഈ സിനിമയിൽ മറ്റേ ഇൻഫ്ലുവൻസർ കാണുന്ന പോലെ ഒരു സിമ്പിൾ മനുഷ്യനാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നിങ്ങൾ ഇവരെല്ലാവരും കണ്ടോ? ഇല്ല, എല്ലാവരും അവർ ഡാൻസ് ചെയ്തു. ഒന്നും പറയാനില്ല. ക്ലിപ്പ് അയ്യോ ഇല്ല ഞാൻ എന്താ കിളി കിളിപ്പോൾ പറഞ്ഞ കിളി ഞാൻ വേറെ ആലോചിച്ചു. എന്താ കിളിന്നല്ലേ വിളിക്കണേ? എന്നെ കിളി പറയും. അനാർക്കലിന്റെ പേര് വീട്ടില് കിളി എന്നാണ് എന്നെ അന്നക്കിളി എന്നാ വീട്ടിൽ വിളിക്കുന്നത്. അപ്പൊ അത് സിനിമയിൽ വന്നപ്പോഴേക്കും അത് എല്ലാരും കിളി എന്തായാലും കിളി പോലെ നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ നമ്മൾ കാണാതിരുന്ന് കാണുന്ന ഒരാളല്ല. ഈ ഡാൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു ഡാൻസർ എന്ന രീതി? അയ്യോ പുള്ളി കിടിലായിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും. അപ്പോൾ ഐ മീൻ ആ ഒരു ഡാൻസ് ഷൂട്ട് ഭയങ്കര രസമായിരുന്നു പുള്ളിയുടെ ഒപ്പം. പുള്ളി അങ്ങ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. പുള്ളി എന്തും ചെയ്യാൻ റെഡിയാണ്. ഭയങ്കര എനർജറ്റിക്, എന്തും ചെയ്യാൻ റെഡിയാണ്. ഫുൾ വൈബ്രന്റ് ആണ്. പിന്നെ സെറ്റില് എക്സ്ട്രാ മസാല എന്ന് തോന്നിയിട്ടുള്ള സ്പെഷ്യൽ, അതായത് ഒരു വാല്യൂ ആഡഡ് മസാല തോന്നിയിട്ടുള്ള ഈ 3 എല്ലാവരായിരിക്കും. എന്നെ സംബന്ധിച്ച് ഹ്യൂമർ കയ്യിൽ നിന്നിട്ടൊക്കെ ഇട്ട് പിടിക്കും. എന്തെങ്കിലും ഒരു ഇത് ഞങ്ങൾക്ക് രണ്ടുപേരെ കുറച്ചു നേരമായിട്ട് ഞങ്ങള് എന്തെങ്കിലും കിട്ടാൻ ഇന്നസ് അതെങ്കിലും കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിരിക്കും. അല്ല ഞാൻ മൊത്തം പറഞ്ഞു തീർന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ നോർമൽ ഹ്യൂമർ തുടങ്ങിയുള്ളൂ. വന്നവൻ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് പിള്ളേർ രണ്ടുപേരും ഇതിനെ പോലും ആൾക്കാരെ പിടിച്ച് നടത്തി അങ്ങനെ കുടുംബല ഗുണം ഇത്. അതായത് ഇത് ഹ്യൂമറിൽ കറക്റ്റ് നമുക്ക് കയ്യിൽ നിന്നിട്ട് തരും. ഇവിടെ അത്യാവശ്യം നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്യും. മൊത്തത്തില് അവിടെ ഡാൻസ് ഇട്ട് തരും എല്ലാ സീനും. ഇതിൽ പാട്ട് തരും. എല്ലാ സീനിലും അല്ലെങ്കിൽ ഓരോ ചെറിയ സീനിലൊക്കെ ഇട്ട് തരും. അത് നമ്മൾ ആ ഡാൻസ് സ്റ്റെപ്പ്. അല്ല എന്റെ ചോദ്യം, അപ്പം എന്നെ പറ്റി ഡാൻസ് മാത്രമേ പറയാവുള്ളൂ. എന്നെ ആ സിനിമയിൽ അഭിനയിച്ചില്ല. നല്ലായിരുന്നു. നല്ല ചോദ്യം. ഡാൻസ് കളിച്ച് അല്ലല്ല അന്നെ നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ കാണുമ്പോൾ പുതിയ അല്ലെങ്കിൽ പെട്ടെന്ന് വന്നൊരു ആർട്ടിസ്റ്റായിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പൊ അന്ന അഭിനയിച്ച് താങ്കൾക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയ ഒരു സീൻ പറഞ്ഞു നോക്കട്ടെ. അന്ന അഭിനയിച്ചത് നമുക്കറിയാം. ഈ സിനിമയിൽ അന്നെ അൽത്താഫ് ബ്രോ പെണ്ണ് കാണാൻ പോകുന്ന സീനുണ്ട്. അത് ഏറ്റവും നല്ല രസമായിട്ട്. അവിടെ അൽത്താഫ് ബ്രോ പോകുന്ന നിങ്ങൾ ഞാൻ അന്നയുടെ കാര്യമല്ലേ അത് പെണ്ണ് കാണാൻ പോകുന്നത് അന്നയാണല്ലോ. പറയുമ്പോ മൊത്തം അന്നാ ഞാനും ഇത് പോട്ടെ ഇവിടെ.